10 വർഷത്തിലധികമായി കൊച്ചി വൈറ്റിലയിൽ തുരുമ്പെടുത്ത് കിടന്ന പൈലിംഗ് മെഷീന് ഒടുവിൽ ശാപമോക്ഷം. എത്രയും വേഗം മെഷീൻ എടുത്തു മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതോടെ വൈറ്റിലയിലെ റോഡ് നവീകരണത്തിന് വഴി തുറക്കുകയായി. കൊച്ചി മെട്രോ പണിയാൻ കൊണ്ടുവന്നതാണ് 7 കോടിയുടെ ഈ പൈലിംഗ് മെഷീൻ. ഒന്ന് മുറുക്കി പിടിച്ചാൽ പൊടിഞ്ഞു വീണേക്കാവുന്ന അവസ്ഥയിലായി. വൈറ്റിലയിലെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് മെഷീന്റെ അസ്ഥിക്കുടം വരെ പുറത്തു വന്നു. KMRL-ഉം മൊബിലിറ്റി ഹബ് സൊസൈറ്റിയും കൈയൊഴിഞ്ഞതോടെ ഈ അവസ്ഥയിലുമായി. ഒടുവിൽ കോടതി ഇടപെട്ടു. ക്രെയിൻ ജപ്തി ചെയ്തു. തുടർന്ന് നടത്തിയ ലേലത്തിലാണ് ശാപമോക്ഷം. ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന കമ്പനി 15 ദിവസത്തിനുള്ളിൽ ഈ കൂറ്റൻ മെഷീൻ എടുത്തുമാറ്റും. 10 വർഷം വൈറ്റിലയുടെ തലവേദനയായിരുന്ന മെഷീൻ ഇവിടെ നിന്ന് മാറ്റുന്നതിൽ സ്ഥലം കൗൺസിലർ സുനിത ഡിക്സനുമുണ്ട് വലിയ പങ്ക്. നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയായിരുന്നു ഇത്. കാരണം തൊട്ടപ്പുറത്ത് വീടുകളാണ്, ഫ്ലാറ്റാണ്, തൊട്ടിപ്പുറത്ത് റോഡാണ്, സിഗ്നൽ പോയിൻ്റാണ്. അതാണ് ഏറ്റവും നമ്മുടെ ആശങ്ക. നമുക്ക് രാത്രി ഞാൻ നോക്കുന്നത് റോഡിലോട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്ക നിസ്സാരമല്ല. നമ്മൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുക. ഒരു മഴ പെയ്യുമ്പോഴാണെങ്കിലും ഇത് വന്ന് കണ്ടിട്ട് എഞ്ചിനീയർ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് വീഴില്ലെന്നാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പോഴാണ് നമ്മളോട് അത് അവർ പറയണേ. നമ്മളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഒരു നിമിഷം നേരത്തെ ഈ പൈലിംഗ് മെഷീൻ ഇവിടുന്ന് മാറ്റി തരണം. മാറ്റാനുള്ള എല്ലാ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 ദിവസം കൂടിയാണ് അവർ ചോദിച്ചേക്കുന്ന അഭിമാന നിമിഷം ഇത് മാറ്റുന്നതിൽ. വൈറ്റിലയിലൂടെ കടന്നു പോകുന്നവർക്ക് പേടിയാണ് ഈ മെഷീൻ എന്നതിൽ തർക്കമേയില്ല. വല്ല കാറ്റിലോ ഇളകി റോഡിലേക്ക് വീണിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നത് വൻ അപകടമാണ്. മെഷീൻ പൂർണ്ണമായും മാറ്റിയാൽ ഇവിടെ ഒരു റോഡ് വരും. അതിലൂടെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് സ്വസ്ഥമായി യാത്രയും ചെയ്യാം. News 18 കൊച്ചി.